കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. കരയല്ലേ? നീ ഇങ്ങനെ ഇവിടെ നിന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ ഇതിനകത്ത് കിടക്കുമ്പോ ഞാൻ പിന്നെ എന്ത് വേണം? നിങ്ങളുടെ മോളൊറ്റ വരുത്തിയ ഇതിനെല്ലാത്തിനും കാരണം. അവളാ മറ്റവനെ പിടിച്ചു കൊടുത്തിട്ടല്ലേ ഇതെല്ലാം ഉണ്ടായത്. ആശാലതെ, നീ വെറുതെ അവളെ കുറ്റം പറയണ്ട. കുറ്റം ചെയ്താൽ എന്നായാലും അത് തെളിയിക്കപ്പെടും. കുറച്ചു കഴിഞ്ഞാലും പോലീസ് ജാവേദിനെ കണ്ടെത്തുകയും ചെയ്യും. അപ്പോഴും ഞാൻ പിടിക്കപ്പെടും. ഇതിപ്പോ എന്റെ മോള് തന്നെ സത്യം തെളിയിക്കാൻ കാരണമായല്ലോ എന്ന് ഒരു സന്തോഷം എനിക്കുണ്ട്. നിങ്ങൾ എപ്പോഴും അവളെ ന്യായീകരിക്കുകയല്ലേ? നിങ്ങൾ ജയിലിലായതുകൊണ്ട് അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ ഭർത്താവല്ലേ ജയിലിലായത്. നാണക്കേട് കൊണ്ട് ഞാൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? അത് ശരി. അപ്പൊ ഞാൻ ജയിലിലായി പോയതിന്റെ വിഷമമല്ല, നിനക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള നാണക്കേടാ നിന്റെ പ്രശ്നം. നീ തന്നെ അടി യഥാർത്ഥ ഭാര്യ. എനിക്ക് വിഷമൊന്നുമില്ലെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. പടിഞ്ഞാറേതിലെ കാർത്തി, അയ്യങ്കോവിലെ സുഭദ്രയൊക്കെ കൊലപാതകിയുടെ ഭാര്യ പോണെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കുന്നൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് കിടന്ന് ഇത് വല്ലതും അനുഭവിക്കണോ? അശാലതെ, നീ എന്നെ കുറ്റപ്പെടുത്താൻ വന്നാണോ അതോ നിന്റെ സങ്കടം കൊണ്ട് എന്നെ കാണാൻ വന്നാണോ? എനിക്ക് നിന്നെ അങ്ങോട്ട് പിടികിട്ടുന്നില്ലല്ലോ അശാലതെ. സങ്കടം കൊണ്ട് തന്നെ വന്നതാ. നിങ്ങൾ ജയിലിൽ പോയത് പിന്നെ ഞാനിവിടെ സന്തോഷിക്കുകയാണെന്നാണോ നിങ്ങളുടെ വിചാരം? ഇങ്ങനെ കണ്ണു ചോരയില്ലാതെ പറയല്ലേ സുധേട്ട. മക്കള് രണ്ടു വഴിക്കായി. നിങ്ങൾ ജയിലിലും പിന്നെ എനിക്കവിടെ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റും? നീ വിഷമിക്കാതെ. കുറച്ചു ദിവസത്തേക്ക് റിമാൻഡ് ചെയ്താലും അത് കഴിഞ്ഞ് ജാമ്യം കിട്ടും. അതിന് നമ്മുടെ മരുമക്കളൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നീ കരുതുന്ന പോലെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ചില പരിഗണനയൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് നീ സമാധാനമായിട്ട് പോയിക്കോ. ഞാൻ ഇനി എന്ത് ചെയ്യണം? ഒറ്റയ്ക്കായി പോയില്ലേ ഞാൻ? അത് കുറച്ചു ദിവസത്തേക്കല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഞാനങ്ങ് വരില്ലേ? അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യ്, ഞാൻ വരുന്നവരെ നീ വീട് പൂട്ടിയിട്ട് അമരാവതി പോയി നിൽക്ക്. അതൊന്നും ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ജ്യോതിയുടെ മുഖം കാണുമ്പോ ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞെന്നിരിക്കും. അവളിങ്ങനെ ചെയ്ത് ജയിലിൽ കയറ്റിയ കാര്യം എനിക്ക് മറക്കാൻ പറ്റത്തില്ല. പിന്നെ പത്മാവതി അമ്മയുടെ മരുമക്കള്, അവരുടെ ഗമ കാണാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്നാ പിന്നെ പ്രിയമോളുടെ അടുത്ത് പോയി നിൽക്കാമല്ലോ. ഇപ്പൊ നിന്നെ കൊണ്ട ആവശ്യം അവൾക്കല്ലേ? അല്ലെങ്കിൽ അതും വേണ്ട, നീ പ്രിയമോളോട് വീട്ടിൽ വന്ന് നിൽക്കാൻ പറ. മതി മതി വാ. എന്നാ ചെല്ലേ പൊയ്ക്കോ, സമയം കഴിഞ്ഞു. ആരാ? ആഹാ, നീങ്ങെത്തിയോ? നിനക്കൊരു സ്വീകരണം തരണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞങ്ങള്. പണ്ട് ഈ രാജാക്കന്മാരൊക്കെ ഓരോ വീരകൃത്യങ്ങൾ ചെയ്യുമ്പോ കൊടുക്കാറില്ലേ? ഈ വീരശൃംഖലയോ പട്ടുമളയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ. അതിന് വീരശൃംഖല ഇവിടെ സ്വന്തം അച്ഛനെ വാങ്ങിക്കൊടുത്തല്ലോ. പിന്നെ പട്ടും വളയും കൊടുക്കാം. വേണമെങ്കിൽ ഒരു പൊന്നടയും കൂടെ ആവാം. സ്വന്തം അച്ഛന് ജയിലിലാക്കിയ മകൾ വലിയ ജാൻസി റാണി ചമയം പോയതാ. പക്ഷെ പണി കിട്ടിയപ്പോ സ്വന്തം അച്ഛൻ അകത്തു പോയി. ചിത്ര, ഇവരെന്നെ കളിയാക്കിക്കോട്ടെ, എനിക്കതിൽ വിഷമമില്ല.
പക്ഷെ നീ എന്നെ കുത്തുവാക്ക് പറയുമ്പോ എനിക്കതിൽ വേദനയുണ്ട്. നിന്റെ സഹോദരൻ കാരണം ഞാനും എന്റെ കുടുംബം അനുഭവിച്ചതൊക്കെ നീ മറന്നുപോയോ? അന്നൊക്കെ എന്റെ ഒപ്പം നിന്ന് അവിനാശിനെ എതിർത്തവളാ നീ. ആ നിന്നിൽ നിന്നും ഞാനിതൊട്ടും പ്രതീക്ഷിച്ചില്ല. നീ പറഞ്ഞതൊക്കെ ശരി തന്നെ. ദുഷ്ടനായിരുന്നു. എല്ലാവരോടും ക്രൂരതകൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്റെ ഏട്ടനെ അങ്ങനെ ആക്കിയതിന്റെ ഒരു ഭാഗം ഉത്തരവാദിത്വം നിന്റെ അനിയത്തിക്കും ഇല്ലേ? വിവാഹിതനാണെന്ന് പറഞ്ഞു തന്നെയല്ലേ അയാൾ അവളെ സ്നേഹിച്ചത്. ആണുങ്ങൾ പറയുന്നതൊക്കെ ശരിയാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത പെൺകുട്ടികൾക്കില്ലേ? എന്തേ പ്രിയക്കത് ചെയ്തുകൂടായിരുന്നോ? ഒരിക്കലെങ്കിലും ഏട്ടന്റെ ഭാര്യയെ കണ്ട് അയാൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ? നീ അവിനാശിനെ ന്യായീകരിക്കുവാണോ? ന്യായീകരിച്ചതല്ല ജ്യോതി. പക്ഷെ എനിക്ക് ബന്ധമെന്ന് സ്വന്തമെന്ന് പറയാൻ ഈ ഭൂമിയില് ഏട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ വിഷമിക്കേണ്ട ചിത്രേ. യഥാർത്ഥ കുറ്റവാളി ഇപ്പൊ ജയിലിലായില്ലേ? അതിന് നീ ഇവളോട് നന്ദി പറയുകയാ വേണ്ടത്. സ്വന്തം അച്ഛൻ അകത്ത് പോയാലെന്താ? ജ്യോതി കേസ് തെളിയിച്ചില്ലേ? അതിൽ അഭിമാനിക്കല്ലേ വേണ്ടത്? പിന്നെ തീർച്ചയായിട്ടും അഭിമാനിക്കണം. ഒരു പാട്ട് കേട്ടിട്ടില്ലേ? ജ്യോതി എന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, അവളെ കണ്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഇനി ഒരു അക്ഷരം നീ മിണ്ടിയാ അടിച്ചതിന്റെ കാരണം ഞാൻ പോയിക്കും. അവളുടെ ഒരു കളിയാക്കല്. നീ ആരടി എന്നെ കളിയാക്കാൻ? ദേ വല്ലവളുമാരുടെയും ബലത്തിൽ എന്റെ നേരെങ്ങാനും വന്നോണ്ടല്ലോ, ശരിയാക്കി കളയും ഞാൻ. എന്റെ അച്ഛന്റെ കാര്യത്തിൽ എനിക്ക് ദുഃഖമുണ്ട്. പക്ഷെ ആ അച്ഛൻ ചെയ്തത് നേരാണെന്ന് വിശ്വസിക്കുന്നവളാ ഞാൻ. ചിത്ര, നീ തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ടല്ലോ നിന്റെ ഏട്ടൻ എന്ന് പറയുന്നവൻ സാമദ്രോഹിയാണ്, അവൻ ചാവേണ്ടവനാന്നൊക്കെ. ജീവിച്ചിരുന്ന അവൻ ഈ ഭൂമിക്ക് ഭാരമാണെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? ഞാൻ കാരണം എന്റെ അച്ഛൻ ജയിലില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൽ എനിക്ക് ദുഃഖവുമില്ല. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇതും തെളിയിക്കപ്പെട്ടേനെ. ഇത് പക്ഷെ എന്നിലൂടെ തെളിയണമെന്നുള്ളത് ദൈവനിയോഗമായിരിക്കും. അത്രേ ഞാൻ കരുതുന്നുള്ളൂ. സ്വന്തം പെൺമക്കളുടെ ജീവിതം രക്ഷിക്കാൻ തന്നെ കൊണ്ടാവുന്നതെല്ലാം ചെയ്ത് ജയിലിൽ കിടക്കുന്ന അച്ഛൻ എനിക്ക് അഭിമാനം തന്നെയാടി. പേയ പിടിച്ച തെരുവുപട്ടിയായിരുന്നു നിന്റെ ഏട്ടൻ. എന്റെ അച്ഛൻ അതിനെ വിഷം കൊടുത്തു കൊന്നു. എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. ഹിറ്റ്ലറെ, ഹിറ്റ്ലറെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എങ്ങനെയെങ്കിലും എന്റെ അച്ഛനെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കണം. നീയല്ലേ നിന്റെ അച്ഛനെ ജയിലിലാക്കിയത്? നീ തന്നെ പോയി ഇറക്കിയാ മതി. അങ്ങനെ പറയല്ലേ ഹിറ്റ്ലറെ. ഞാൻ മനഃപൂർവ്വം ഇങ്ങനെയൊക്കെ ചെയ്യുവോ? അവിനാശിന്റെ കൊലപാതകത്തിൽ നമ്മളെ എല്ലാവരെയും പോലീസ് സംശയിച്ചതല്ലേ? ആ ജാവേദിനെ കിട്ടിയ അത് ചെയ്തത് ആരാണെന്ന് തെളിയിക്കാൻ പറ്റുന്നല്ലേ ആ കമ്മീഷണർ അന്ന് പറഞ്ഞത്? ആ ജാവേദിനെ മൂർത്തിയെയും ഒരുമിച്ച് കണ്ടപ്പോ അവരെ പോലീസിൽ പിടിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയുള്ളൂ.
അത് ഇങ്ങനെയൊക്കെ ആവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. അല്ലാതെ ഞാൻ ഇതൊക്കെ മനഃപൂർവ്വം ചെയ്തതല്ല. മനഃപൂർവ്വമാണോ അല്ലയോ എന്നൊന്നും കോടതിക്ക് അറിയേണ്ട കാര്യമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കും. എന്റെ അച്ഛൻ അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാനിത് വിശ്വസിക്കില്ല. ഇതിന് പിന്നിൽ മറ്റെന്തോ ഉണ്ട്. ഇന്ന് നിന്റെ അച്ഛനെ റിമാൻഡ് ചെയ്യുമെന്നാ കേട്ടത്. ഹിറ്റ്ലറെ, എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. അച്ഛനോടൊന്ന് സംസാരിക്കണം. എന്താ നടന്നെന്ന് എനിക്കെങ്കിലും അറിയണം. അല്ലാതെ എനിക്ക് സമാധാനം കിട്ടില്ല. എന്നെ ഒന്ന് അവിടം വരെ കൊണ്ടുപോവോ? ഞാൻ എന്തിനാ കൊണ്ടുപോകുന്നേ? തന്നെത്താനങ്ങ് പോയാ മതി. എന്തും ചെയ്യാൻ കഴിയുള്ള ആളല്ലേ. അങ്ങനെ പറയല്ലേ ഹിറ്റ്ലറെ. ഇങ്ങനൊരവസ്ഥയില് എന്റെ കൂടെ നിൽക്കുകയല്ലേ വേണ്ടത്. ഇങ്ങനെയുള്ള അവസ്ഥ മറ്റുള്ളവർക്കും ഉണ്ടായിരുന്നു. അന്ന് കൂടെ നിൽക്കുന്നതിന് പകരം സത്യം പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ കുറ്റപ്പെടുത്തി ഇറങ്ങിപ്പോയതൊന്നും ആരും മറന്നിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? അതിന്റെ സത്യാവസ്ഥ എന്താന്ന് ഞാൻ പറഞ്ഞതല്ലേ. അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛൻ നിങ്ങളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? എന്റെ അച്ഛൻ എന്നേക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ, ബഹുമാനിച്ചിട്ടേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയില് അച്ഛനെ കൈവിടരുത്. എന്തൊക്കെ പറഞ്ഞാലും എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല. മാഡം വരൂ. മോളെ, നീ വരുമെന്ന് മോനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. മോളിപ്പോ വന്ന് നന്നായി. കോടതിയിലേക്ക് പോകാൻ നേരായി. അതിനുള്ള കടലാസ ഈ ഒപ്പിടുന്നൊക്കെ. ജയപ്രകാശ് കോടതി വരും. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. അയ്യേ, സാരമില്ല. എല്ലാരും പറയുവാ ഞാൻ അച്ഛനെ ജയിലിലാക്കിയതെന്ന്. മോളെ, ഒരു കുറ്റം അങ്ങനെ ഒരുപാട് കാലം ഒളിപ്പിച്ചു വെക്കാൻ പറ്റില്ല. ഒരു ദിവസം എല്ലാം കണ്ടുപിടിക്കപ്പെടും. ഇതിപ്പോ അല്പം നേരത്തെ ആയി പോയെന്ന് മാത്രം അങ്ങനെ കരുതിയാ മതി. മോനെ, എനിക്ക് മോനോട് ഒരു കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇവളോട് മോൻ ക്ഷമിക്കണം. ഹലോ, പറ ജയപ്രകാശേ. ഇല്ല, ഞങ്ങളിപ്പോൾ തന്നെ ഇറങ്ങും. അതെല്ലാം സൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ശരി. സമയമായി, ഇറങ്ങാം. സാറേ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ വരാം. എന്റെ മോളോടൊന്ന് സംസാരിച്ചോട്ടെ. വേഗം വേഗം വേണം. മോളെ, അച്ഛൻ പോട്ടെ. കോടതിയിലേക്ക് മോള് വരണ്ട. കൊലക്കേസിലെ പ്രതിയല്ലേ. വിലങ്ങ് വെച്ച് ജീപ്പില് അച്ഛനെ കൊണ്ടുവന്ന മോൾ കാണണ്ട. അച്ഛൻ സങ്കടം വരും. താനിവിടുന്ന് തിരിച്ചു വയ്ക്കോ. അച്ഛൻ്റെ കൂടെ ഞാൻ പോയിക്കോളാം. വേണ്ട, എനിക്ക് മരണം. എന്താന്ന് പറഞ്ഞില്ലേ മോളെ? മോള് വിചാരിക്കുന്നില്ല അച്ഛന് വലിയ വിഷമമൊന്നുമില്ല. മോളെ, പെൺമക്കളോടാണ് എല്ലാ അച്ഛന്മാർക്കും കൂടുതൽ ഇഷ്ടം.
അവരെ കല്യാണം കഴിച്ചു വിടുമ്പോഴാ അച്ഛന്മാർ കൂടുതൽ സന്തോഷിക്കുന്നത്. പക്ഷെ അച്ഛൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഇപ്പോഴാ. എന്റെ മക്കൾക്ക് സമാധാനമായിട്ട് ഉറങ്ങാമല്ലോ. അച്ഛൻ ഉറപ്പുണ്ട് ഡീക്കെ നിന്നെ നന്നായിട്ട് നോക്കും. ഏയ്, അച്ഛൻ ഒരു വിഷമം ഇല്ലെന്ന് പറഞ്ഞില്ലേ? ഇനി കൂടുതൽ കരയാൻ മോള് കോടതിയിലേക്ക് വരണ്ട. മോനെ, അച്ഛൻ ഒന്നുകൂടെ പറയാ, ഇവളുടെ അവിവേകം മോൻ ക്ഷമിക്കണേ. നോക്കട്ടെ ഞങ്ങളെ, നമുക്ക് ഇറങ്ങാം, സമയമായി. പോട്ടെ മോളെ, വിഷമിക്കരുത്. നീങ്ങ എത്തിയോ? കുറച്ചുകൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. അതെന്തിനാ ഞാൻ നേരത്തെ വരുന്നത്? എന്തേ, ഇവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടായോ? നീ ഇല്ലാത്തപ്പോ ഇവിടെ പലതും സംഭവിക്കുന്നുണ്ട്. സൂക്ഷിച്ചാ നിനക്ക് കൊള്ളാം. എന്താ? ഹരിപ്രിയ DK കാണാൻ ഓഫീസിലേക്ക് പോയി. ആര് പറഞ്ഞു? കുറച്ചു മുമ്പ് ഹരിപ്രിയ പുറത്തേക്ക് പോയപ്പോ ഞങ്ങൾ എവിടെ പോവാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് ഓഫീസിലേക്ക് പോവാന്ന്. കമലെടുത്തി ഒന്ന് നിന്നേ. ഇവര് പറഞ്ഞത് സത്യാണോ? എന്ത്? ഹരിപ്രിയ ഓഫീസിലേക്ക് പോയോ? പോയി. എന്തിന്? അവൾ എന്തിനാ എന്റെ ഭർത്താവിന്റെ പിന്നാലെ ഇങ്ങനെ ചുറ്റി നടക്കുന്നേ? എനിക്കറിയില്ല. നിങ്ങൾക്കറിയാം. സത്യം പറ കമലെടുത്തി, എന്ത് ഗൂഢ ലക്ഷ്യമായിട്ടാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? അങ്ങനെ വെറുതെ ഒരു അവധിക്കാലത്ത് താമസിച്ച് തിരിച്ചു പോകാൻ വന്നിരിക്കുന്നതല്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. പറയൂ, ഇത്രയും കാലം വരാത്ത ഹരിപ്രിയ ഇപ്പൊ വന്നതിന്റെയും ഇവിടെ ഇങ്ങനെ താമസിക്കുന്നതിന്റെ ഉദ്ദേശം എന്താ? അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അറിയാം, നിങ്ങൾക്കെല്ലാം അറിയാം. എന്റെ ഭർത്താവിന്റെ പിന്നാലെ നടന്ന് എന്റെ ലൈഫ് നശിപ്പിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിലുണ്ടല്ലോ, വെച്ചേക്കില്ല ഞാൻ. പറഞ്ഞേക്ക് അവളോട്. ആ, അമ്മയും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇവിടെ ഇതൊക്കെ നടക്കുന്നത്. നീ എന്തൊക്കെയാ ജ്യോതി ഈ പറയുന്നത്? ഹരിപ്രിയ അവനെ കാണാൻ ഓഫീസ് വരെ ഒന്ന് പോയിന്ന് വെച്ച് വാട്ട് ഹാപ്പൻ? എന്ത് സംഭവിക്കാനാ? ഒന്നും സംഭവിക്കില്ല അല്ലേ? എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. ഇങ്ങോട്ട് വരട്ടെ അമ്മയുടെ മോൻ. ഒരു ഹരിപ്രിയ വന്നിരിക്കുന്നു. ഹരിപ്രിയ നിങ്ങൾക്കിത് എന്തിന്റെ കുഴപ്പ പിള്ളേരെ? അവളെന്തിനാ ഇങ്ങനെ ഏരി കയറ്റുന്നത്? കാര്യം ഞങ്ങൾ ആദ്യം ഇതൊരു തമാശയ്ക്ക് തുടങ്ങിയതാ. പക്ഷേ ഇപ്പൊ ജ്യോതി പറഞ്ഞതുപോലെ കാര്യം ഇത്തിരി സീരിയസ് ആയി തുടങ്ങിയോന്ന് സംശയം ഞങ്ങൾക്കുണ്ട്. എന്ന് പറഞ്ഞാ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? അമ്മേ, ഹരിപ്രിയയും DKയും തമ്മിലുള്ള അടുപ്പം കുറച്ച് കൂടുന്നുണ്ടോന്ന് ഞങ്ങക്ക് സംശയമുണ്ട്. അമ്മേ, ഇവര് പറഞ്ഞത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത്. ദേ, നിങ്ങൾ ആവശ്യമില്ലാത്ത പറഞ്ഞ അവളെ ഭ്രാന്ത് കേട്ടരുത്. ഹരിപ്രിയ എങ്ങനെ സുപ്രിയ ആകുന്നത്? അവന്റെ ഭാര്യ ഇപ്പൊ ജ്യോതിയാ. സുപ്രിയ മരിച്ചു, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യല്ലേ. അവളുടെ രൂപസാദൃശ്യം ഉണ്ടെന്ന് കരുതി ഹരിപ്രിയെ സുപ്രിയാക്കാൻ പറ്റുമോ? ഭാര്യയുടെ അനിയത്തിലുള്ള സ്നേഹം മാത്രമേ അവന്റെ മനസ്സിലുള്ളൂ. മറിച്ചൊന്നും ആരും പറഞ്ഞു പരത്തണ്ട. മനസ്സിലായോ? സംഗതി ഒന്ന് കൊഴുത്തു. ഒന്നുകൂടി ശ്രമിച്ചാ അവര് തിരിച്ചു വരുമ്പോ ഇവിടെ ഒരു നല്ല സീൻ കാണാം. കളിച്ച് കളിച്ച് കളി കാര്യാവോ? അതെ, നമുക്കിതിവിടെ നിർത്താം. വെറുതെ പുലിവാല് പിടിക്കണ്ട. ഇതൊരു തീപ്പൊരിയല്ലേ? ചെറുതായിട്ടൊന്ന് ഊതി കൊടുത്താ മതി, അതങ്ങാളി കത്തിക്കോളും. ജ്യോതിയുടെ മനസ്സില് ആ തീ കത്തി തുടങ്ങി. ഇനി ഹരിപ്രിയയുടെ മനസ്സിൽ കൂടി ആ തീ കത്തിയാൽ നമ്മുടെ ജോലി കഴിഞ്ഞു. പിന്നെ കാര്യങ്ങൾ അവര് തമ്മിലായിക്കോളും.
എന്താ ഇങ്ങനെ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഞാൻ സുപ്രിയ ഓർത്തുപോയി. ഓരോ കാഴ്ചയിലും അവൾ ഓരോ അത്ഭുതങ്ങളാ എനിക്ക് തന്നിട്ടുള്ളത്. ഒടുവിൽ എന്നിൽ നിന്ന് അകന്നു പോയതും അങ്ങനെ തന്നെയാ. ഇല്ല, സുപ്രിയ എവിടെയും മാഞ്ഞു പോയിട്ടില്ല. ഞാൻ സുപ്രിയയാണെന്ന സത്യം ഡിക്കോട് പറയാൻ ഇതാണ് ഏറ്റവും പറ്റിയ സമയം. പക്ഷേ ഇപ്പൊ ജ്യോതിയാണ് എനിക്കെല്ലാം. സുപ്രിയോടുണ്ടായിരുന്ന അതേ ഇഷ്ടം തന്നെയാ എനിക്ക് ജ്യോതിയോടുള്ളത്. അല്ല, ഹരിപ്രിയ എന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പറഞ്ഞില്ല. അല്ല, ഏട്ടന് തിരക്കാണോ? ഏയ് അത് സാരമില്ല. താൻ പറയ്, എന്തു വേണം? എനിക്കൊരു സ്ഥലം വരെ പോണായിരുന്നു. ഏട്ടൻ കൂടെ വരുവോ? ആ, അതിനെന്താ? എവിടെയാ പോകേണ്ടെന്ന് പറഞ്ഞാൽ മതി. തൊട്ടപ്പം പാറയിൽ. അവിടുത്തെ ഭഗവാന്റെ മുന്നിൽ പോയി എനിക്കൊന്ന് പ്രാർത്ഥിക്കണം. എന്തുപറ്റി? വരാൻ എന്തേലും ബുദ്ധിമുട്ടുണ്ടോ? അവിടെ എന്തിനാ ഹരിപ്രിയ പോകുന്നത്? ഞാനിപ്പോ അങ്ങോട്ട് പോകാറില്ല. അറിയാം. സുപ്രിയയുടെ പ്രിയപ്പെട്ട ഇടായിരുന്നല്ലോ. ആ ഓർമ്മകളെയൊക്കെ മനഃപൂർവ്വം മറക്കുകയാണല്ലേ? അതെ, ആ ഓർമ്മകളൊക്കെ വേദന മാത്രമാണ് തരുന്നത്. അതുകൊണ്ട് മറക്കാൻ ശീലിച്ചു. എങ്കിൽ ഏട്ടൻ വരണ്ട, ഞാൻ ഒറ്റയ്ക്ക് പൊയ്ക്കോളാം. അത് വേണ്ട, ഞാനും കൂടി വരാം. നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാവില്ല. ആ